സ്റ്റുഡൻസ്, അടുത്ത ചാപ്റ്റർ തുടങ്ങുകയാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഓർ other computing device connected electronically through a medium. It's a collection of computer network എന്ന് പറയുന്നത് it's a collection of computers and other computing devices connected electronically through a medium. Is a set അല്ലെങ്കിൽ collection of computers and other computing devices. Other computing devices കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോഡംസ്, സ്കാനർ, പ്രിൻ്റർ, ഇതൊക്കെയാണ് അതർ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഡിവൈസസ് ലൈക്ക് പ്രിൻ്റർ, സ്കാനർ, DVD, etc. It's a collection of computers and other computer devices connected electronically through a medium. ഒരു മീഡിയം യൂസ് ചെയ്ത് കമ്പ്യൂട്ടേഴ്സോ അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ലൈക്ക് പ്രിൻ്റേഴ്സ്, സ്കാനേഴ്സ്, എക്സെട്ര അതിനെ നമ്മൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് കണക്റ്റഡ് ഇലക്ട്രോണിക്കലി ത്രൂ എ മീഡിയം. ഒരു മീഡിയത്തിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മൾ കമ്പ്യൂട്ടേഴ്സോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡിവൈസസിനെയോ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്. അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അതിൽ ഫസ്റ്റ് വണ്ണാണ് റിസോഴ്സ് ഷെയറിങ്. റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്തുള്ള എന്തിനേയും നമുക്ക് റിസോഴ്സസ് എന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ DVD ഈസ് എ റിസോഴ്സ്. നമ്മുടെ DVD പ്ലെയർ, കീബോർഡ് ഈസ് എ റിസോഴ്സ്, മൗസ് ഈസ് എ റിസോഴ്സ്, ഹാർഡ് ഡിസ്ക് ഈസ് എ റിസോഴ്സ്, മോണിറ്റർ ഈസ് എ റിസോഴ്സ്. എന്തിനേയും നമുക്ക് റിസോഴ്സായിട്ട് പറയാം. അതുപോലെ സോഫ്റ്റ്വെയർസ് നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ റിസോഴ്സ്, OS റിസോഴ്സാണ്. അതുപോലെ ഹൈ ലെവൽ ലാംഗ്വേജസ് ഏതെങ്കിലും കമ്പൈലേഴ്സ്, ഫോർ എക്സാമ്പിൾ C++, ഹൈ ലെവൽ ലാംഗ്വേജ് കമ്പൈലർ, അതൊരു റിസോഴ്സാണ്. അപ്പം സോഫ്റ്റ്വെയർ റിസോഴ്സസും ഉണ്ട്, ഹാർഡ്വെയർ റിസോഴ്സസും ഉണ്ട്. ഒരു കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തിനേയും നമുക്ക് റിസോഴ്സസ് ആയിട്ട് പറയാം. പ്രിൻ്റർ ഈസ് എ റിസോഴ്സ്, ഒരു പ്രിൻ്റർ ഒരു റിസോഴ്സാണ്. മൈക്ക് ഈസ് എ റിസോഴ്സ്, ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാമറ ഈസ് എ റിസോഴ്സ്. അപ്പോൾ റിസോഴ്സസ് മീൻസ്
ഒരു സിസ്റ്റത്തിനകത്ത്, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയുണ്ടോ അതിനെ എല്ലാം തന്നെ നമുക്കൊരു റിസോഴ്സായിട്ട് കൺസിഡർ ചെയ്യാം. റിസോഴ്സസ് മേ ബി ഹാർഡ്വെയർ ആവാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറും ആവാം. ഓക്കെ, സോഫ്റ്റ്വെയർ മേ ബി ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ വേർഡ് ഈസ് എ സോഫ്റ്റ്വെയർ റിസോഴ്സ് ടു ടൈപ്പ് ദ ഡോക്യുമെൻറ്റ്. അങ്ങനെ എല്ലാത്തിനെയും, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാത്തിനെയും നമുക്ക് റിസോഴ്സസ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഈ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള റിസോഴ്സസ് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയും. അതാണ് അതിനകത്തുള്ള ഫസ്റ്റ് അഡ്വാൻറ്റേജ്. ഇറ്റ് ഈസ് പോസിബിൾ ടു ഷെയർ ദ റിസോഴ്സസ്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസ് ഇൻ ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്തുള്ള ഹാർഡ്വെയറോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിസോഴ്സസ് നമുക്ക് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് എഴുതിയിട്ട് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ദ ഷെയറിംഗ് ആൻഡ് യൂസിങ് ഓഫ് റിസോഴ്സ് ഷെയറിംഗ് ആണ് പറയുന്നത്. ദ ഷെയറിംഗ് ആൻഡ് യൂസിങ് ഓഫ് hardware and software in a computer network. Computer network is called a resource sharing. ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്തുള്ള റിസോഴ്സസ് കമ്പ്യൂട്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷെയർ ചെയ്ത് യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, 4 കമ്പ്യൂട്ടറുള്ള ഒരു നെറ്റ്വർക്കാണ് നിങ്ങൾ കരുതിക്കുന്നത്. 4 കമ്പ്യൂട്ടറുള്ള ഒരു നെറ്റ്വർക്ക്. ഓക്കെ, അതിനകത്ത് C1, C2, C3, C4. അതിനകത്ത് C2 എന്ന് പറയുന്ന കമ്പ്യൂട്ടറിലാണ് ഒരു പ്രിൻ്റർ കണക്ട് ചെയ്തേക്കുന്നത്. C2 എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറിലാണ് ഒരു പ്രിൻ്റർ കണക്ട് ചെയ്തേക്കുന്നത് വെച്ചാൽ ഒറ്റ പ്രിൻ്ററേ ഉള്ളൂ. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റാണ്. 4 കമ്പ്യൂട്ടറുണ്ട്, 4 കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്, പക്ഷെ ഒറ്റ പ്രിൻ്ററേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ പ്രിൻ്റർ ഈസ് ഓൾസോ എ റിസോഴ്സ്. പ്രിൻ്റർ എന്ന് പറയുന്ന ഒരു റിസോഴ്സ് തന്നെയാണ്. അപ്പോൾ ഈ 4 കമ്പ്യൂട്ടേഴ്സും പ്രിൻറ്റിങ് ജോബിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ പ്രിൻ്റർ തന്നെയായിരിക്കും. പ്രിൻ്ററിൻ്റെ പേര് P1 എന്ന്, സപ്പോസ് P1 ആണ് പ്രിൻ്ററിൻ്റെ പേര്. ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്തുള്ള പ്രിൻറ്റിങ് ജോബ്സ് എല്ലാം തന്നെ ചെയ്യുന്നത് P1 എന്ന് പറയുന്ന പ്രിൻ്റർ ആയിരിക്കും. C1 ഒരു പ്രിൻറ്റിങ് ജോബ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് P1 എന്ന് പറയുന്ന പ്രിൻ്റർ ആയിരിക്കും. C2 എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ പ്രിൻറ്റിങ് ജോബ് കൊടുത്താൽ അതും ചെയ്യുന്നത് P1 എന്ന് പറയുന്ന പ്രിൻ്റർ ആയിരിക്കും. അതായത് ഒരു റിസോഴ്സസ് ഉണ്ടെങ്കിൽ ആ റിസോഴ്സിനെ ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഫെസിലിറ്റി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും അതിനകത്തുള്ള കോസ്റ്റ് കുറയും, അല്ലേ? ഇത് നെറ്റ്വർക്ക് അല്ല. C1, C2, C3, C4 എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻറ്റിങ് എടുക്കണോ, പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ വേണം? നമുക്ക് ഓരോ സിസ്റ്റത്തിലും ഓരോ പ്രിൻ്റർ വേണം, അല്ലേ? P2, P3, P4, അല്ലേ? P4 ഇങ്ങനെ 4 കമ്പ്യൂട്ടേഴ്സ് വേണം. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? 4 പ്രിൻ്റേഴ്സ് വേണം. ഓരോ കമ്പ്യൂട്ടേഴ്സിനും ഇൻഡിവിജ്വലി പ്രിൻ്റേഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവിടെ കോസ്റ്റ് കൂടും, അല്ലേ? നമ്മൾ ഒറ്റ പ്രിൻ്റർ കൊണ്ട് ചെയ്യാവുന്ന ജോബിനാണ് നമ്മൾ 4 പ്രിൻ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കോസ്റ്റ് കൂടും, എക്സ്പെൻസ് കൂടും. അപ്പം റിസോഴ്സ് ഷെയറിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നത് ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ള ഏത് റിസോഴ്സസിനെ എല്ലാത്തിനും നമുക്ക് റിസോഴ്സ് ആണ്. സോഫ്റ്റ്വെയർ റിസോഴ്സ് ഉണ്ട്, ഹാർഡ്വെയർ റിസോഴ്സ് ഉണ്ട്. ഏത് റിസോഴ്സസും നമുക്ക് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് റിസോഴ്സ് ഷെയറിംഗ്. റിസോഴ്സസ് മീൻസ് ഹാർഡ്വെയർ റിസോഴ്സസിനാണ് DVD, പ്ലെയർ,
പ്രിൻ്റർ, സ്കാനർ, മൗസ്, കീബോർഡ്, ഇതെല്ലാം റിസോഴ്സസാണ്, ഹാർഡ്വെയർ റിസോഴ്സസ്. സോഫ്റ്റ്വെയർ റിസോഴ്സസ് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വേർഡ്, പ്രസൻറ്റേഷൻ, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ, ഇതെല്ലാം തന്നെ. ടാലി ഉണ്ടെങ്കിൽ ടാലി സോഫ്റ്റ്വെയർ ഈസ് ഓൾസോ റിസോഴ്സ്. അതെല്ലാം നമുക്ക് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് സോഫ്റ്റ്വെയർ റിസോഴ്സസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്തുള്ള റിസോഴ്സസ് എല്ലാം തന്നെ ആ നെറ്റ്വർക്കിനകത്തുള്ള കമ്പ്യൂട്ടേഴ്സിന് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് റിസോഴ്സ് ഷെയറിങ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ. പ്രൈസ് പെർഫോമൻസ് റേഷ്യോ പ്രൈസ് പെർഫോമൻസ് റേഷ്യോ അത് ഞാൻ എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ബൈ റിസോഴ്സ് ഷെയറിങ് ഇറ്റ് ഈസ് പോസിബിൾ ടു share and use costly resources like hardware resources and software resources that reduces the cost without affecting the performance of the system. അപ്പോൾ പ്രൈസ് പെർഫോമൻസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുതൽ മുടക്കുന്നതിന് അനുസരിച്ചുള്ള പെർഫോമൻസ് നമുക്ക് ഇവിടെ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്? നമ്മളിവിടെ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്തുള്ള റിസോഴ്സസ് ഷെയർ ചെയ്താണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കോസ്റ്റ് കുറവായിരിക്കും. പക്ഷേങ്കിൽ ഏകദേശം പെർഫോമൻസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. 100 ഇൻഡിവിജ്വൽ യൂസ് ചെയ്യുന്ന പോലെ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് ഏകദേശം പെർഫോമൻസ്, ആ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത് ബൈ റിസോഴ്സ് ഷെയറിങ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഷെയർ ആൻഡ് യൂസ് കോസ്റ്റ്ലി റിസോഴ്സസ് ലൈക്ക് costly resources like hardware resources and software resources that reduces the cost without affecting the performance of the system. നമുക്ക് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും റിസോഴ്സസ് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേന് ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഹാർഡ്വെയർ റിസോഴ്സസും സോഫ്റ്റ്വെയർ റിസോഴ്സസും നമുക്ക് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാം വിത്തൗട്ട് എഫക്റ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് ദി സിസ്റ്റം. അതിന് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ എടുക്കുകയാണ്. നേരത്തെ ഞാൻ എന്താ പറഞ്ഞത്? 4 സിസ്റ്റം ഉള്ള ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അതിനകത്ത് ഒറ്റ പ്രിൻ്ററേ ഉള്ളൂ. ഈ 4 കമ്പ്യൂട്ടറും പ്രിൻറ്റിങ് ജോബിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്
പ്രിൻ്റർ P1 എന്ന് പറയുന്ന പ്രിൻ്ററിനെയാണ്. ഓക്കെ, അപ്പോൾ ആ പ്രിൻറ്റിങ് ജോബ് എല്ലാം തന്നെ ആ പ്രിൻ്റർ P1 ചെയ്തോളും. കുറച്ച് ടൈം ലാഗിങ് ഉണ്ടായാലും പ്രിൻറ്റിങ് പ്രോസസ്സ് നടന്നോളും, അവിടെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകത്തില്ല. കുറച്ച് ടൈം ലാഗിങ് ഉണ്ടാകും. പക്ഷേ എങ്കിൽ ഞാൻ നിങ്ങൾ കൺസിഡർ ചെയ്യും ഇതെല്ലാം ഇൻഡിവിജ്വൽ സിസ്റ്റം ആണെന്ന് വെച്ചോളൂ. ഇൻഡിവിജ്വൽ, ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് ബൈ ദ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിനകത്തിരിക്കുന്ന സിസ്റ്റമല്ല, ഇൻഡിവിജ്വൽ സിസ്റ്റം ആണെന്ന് വെച്ചോളൂ. അപ്പം നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോ വേണം? ഓരോ കമ്പ്യൂട്ടറിനും ഓരോ പ്രിൻ്റർ എനിക്ക് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അപ്പം C4-ന് P2, C3-ക്ക് P3, C1-ന് P4, ഇങ്ങനെ ഇൻഡിവിജ്വലി എനിക്ക് ഓരോ കമ്പ്യൂട്ടേഴ്സിന് പ്രിൻറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? കോസ്റ്റ് കൂടും. പക്ഷെ പ്രിൻറ്റേഴ്സ് എല്ലാം ചെയ്യുന്ന ജോബ് എന്താണ്? പ്രിൻറ്റിങ് ജോബ് തന്നെയാണ്. അപ്പം നമുക്ക് ഒരു പ്രിൻ്റർ വേണ്ട സ്ഥാനത്ത് നമ്മൾ 3 പ്രിൻ്റർ അഡീഷണലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കോസ്റ്റ് കൂടും. ഈ P4-ഉം P3-യും P2-ഉം പ്രിൻ്റർ ചെയ്യുന്ന ജോബ് തന്നെയാണ് P1-ഉം ചെയ്യുന്നത്, അല്ലേ? അത് പക്ഷേ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് കണക്ട് ആകുന്നേ ഉള്ളൂ. പക്ഷേ സ്പീഡ് അല്പം കുറയുമെന്നേ ഉള്ളൂ. ഇൻഡിവിജ്വലായിട്ട് നമ്മൾ കമ്പ്യൂട്ടേഴ്സിൽ പ്രിൻറ്റിങ് ജോബ് ചെയ്യുന്നതിനേക്കാൾ അല്പം കൂടെ സ്പീഡ് കുറയും. പക്ഷേങ്കിൽ ആ പ്രിൻറ്റിങ് ജോബ് അവിടെ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ കോസ്റ്റും കുറയും, സ്വാഭാവികമായിട്ടും കോസ്റ്റ് കുറയും. 3 പ്രിൻ്ററിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഒരു പ്രിൻ്ററെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം റിസോഴ്സ് ഷെയറിങ് കൊണ്ട് നമുക്ക് കുറച്ച് മുതൽ മുടക്കിൽ നിന്ന് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും. വേറൊരു എക്സാമ്പിൾ, ഞാൻ ഇതൊരു ഹാർഡ്വെയർ റിസോഴ്സിൻ്റെ കേസാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ റിസോഴ്സ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്, ഇപ്പോൾ കോമേഴ്സ് സാർക്ക് പഠിക്കാനുള്ളതാണ് ടാലി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. ഇതിന് നെറ്റ്വർക്ക് വേർഷനും ഉണ്ട്, സ്റ്റാൻഡ് അലോൺ വേർഷനും ഉണ്ട്. ഞാൻ ഈ ടാലി നെറ്റ്വർക്ക് വേർഷനാണ് ഞാൻ നെറ്റ്വർക്കിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ ഈ 4 കമ്പ്യൂട്ടേഴ്സിനും അത് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഷെയർ ചെയ്ത് യൂസ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടേഴ്സിലും ടാലി എന്ന സോഫ്റ്റ്വെയർ എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സാഹചര്യം വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൈസ് അവിടെ കുറയും. പക്ഷേങ്കിൽ നമുക്ക് നമ്മുടെ ജോബ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. ഇതാണ് പറയുന്നത് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ. നമ്മൾ മുതൽ മുടക്കുന്നതിനനുസരിച്ചുള്ള പെർഫോമൻസ് എനിക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത്, സിസ്റ്റം പെർഫോമൻസ് എനിക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? നമ്മളവിടെ റിസോഴ്സസ് ഷെയർ ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ. അടുത്ത പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. Third one is communication. അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് ഒരു യൂസർക്ക് ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്തുള്ള വേറൊരു യൂസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും ബൈ മീൻസ് ഓഫ് സർവീസസ് ലൈക്ക് ചാറ്റിംഗ്, വീഡിയോ കോൺഫറൻസിങ്, ഇമെയിൽ എക്സെട്ര. അപ്പം നമുക്ക് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്തുള്ള യൂസേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും ബൈ മീൻസ് ഓഫ് ഇമെയിൽ, വീഡിയോ കോൺഫറൻസിങ്, ചാറ്റ് എക്സെട്ര. അതാണ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ എനി ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ, അല്ലേ, സൗണ്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും, വീഡിയോ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും, ഇമേജ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും, പിക്ചേഴ്സ് നമുക്ക് പിക്ചേഴ്സ് ഓൾസോ ഈസ് എൻ ഇൻഫർമേഷൻ, പിക്ചേഴ്സ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്തുള്ള ആ എല്ലാ യൂസേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മീൻസ് എക്സ്ചേഞ്ചിങ് ദ ഇൻഫർമേഷൻ. അതുപോലെ തന്നെ എനി ടൈപ്പ് ഓഫ് ഫോംസിലുള്ള മെസ്സേജും എവിടെ എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും?
ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ, ഇറ്റ് ഹെൽപ്സ് യൂസർ ടു കമ്മ്യൂണിക്കേറ്റ്. ഇറ്റ് മീൻസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇറ്റ് ഹെൽപ്സ് യൂസർ ടു കമ്മ്യൂണിക്കേറ്റ് with any other user of the computer network by means of services like email, chat, video conference, etc. By means of email, chat, video conference, etc. Okay. അതാണ് കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് ഉള്ള യൂസേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. എങ്ങനെ? ത്രൂ ഇമെയിൽ, ചാറ്റ്, വീഡിയോ കോൺഫറൻസ്, എക്സെട്ര. വേണം ഒരു പോയിന്റും കൂടെ എഴുതാം. ഇൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എനി ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ്. എനി ടൈപ്പ് മീൻസ് നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ഓഡിയോ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ടെക്സ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ വാട്സപ്പിൽ ടെസ്റ്റ് അടിക്കത്തില്ലേ, ടെക്സ്റ്റ് പാസ് ചെയ്യുമല്ലോ, ടെക്സ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാം. അതുപോലെ തന്നെ ഇമേജസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യാം. അത് മാർക്കിനനുസരിച്ച് നിങ്ങൾ എഴുതിക്കൊള്ളുക. 2 മാർക്കിനൊക്കെ ആണെങ്കിൽ ഈ ഒരു പോയിന്റും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ. അപ്പം കമ്മ്യൂണിക്കേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്തുള്ള യൂസേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. 4th one ഈസ് റിലയബിലിറ്റി. സപ്പോസ് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് ഞാൻ എഴുതാം. ഇറ്റ് ഈസ് പോസിബിൾ ടു ടേക്ക് the backup of a software in a computer network. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് എന്തെങ്കിലും ബാക്കപ്പ്, ഒരു സോഫ്റ്റ്വെയറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ്റെയോ ബാക്കപ്പ് ഒക്കെ എനിക്ക് എടുത്ത് സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ കോപ്പിക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാക്കപ്പ് ഒക്കെ എടുത്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ബാങ്ക് ഒരു വലിയ നെറ്റ്വർക്കാണ്. അതിനകത്ത് ധാരാളം ഡീറ്റെയിൽസ് ഉണ്ട്, ഇൻഫർമേഷൻസ് ഉണ്ട്. ഈ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യുമ്പോഴെല്ലാം തന്നെ ഇതിൻ്റെ ബാക്കപ്പ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ വേറൊരു കോപ്പി എവിടെയെങ്കിലും ഒരു സിസ്റ്റത്തിനകത്ത് അതൊരു നെറ്റ്വർക്കായിട്ടാണ്. ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ഓഫീസല്ല, അതിൻ്റെ പല ബ്രാഞ്ചസുമായിട്ട് കണക്റ്റഡ് ആണ്. അത് ആക്ട് ആസ് എ നെറ്റ്വർക്ക്. ഒരു ബാങ്കിൻ്റെ എന്ന് പറയുന്നത് ആക്ട് ആസ് എ നെറ്റ്വർക്ക് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് thousands of computers and other devices. അപ്പം ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബാക്കപ്പ് അവർ സൂക്ഷിക്കുന്നുണ്ട്. ഞാനിപ്പം 10,000 രൂപ കൊണ്ട് ഇടുകയാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ 10,000 രൂപ വന്നെന്ന് കാണിക്കും. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഫയൽ അത് കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബാക്കപ്പ് അവർ വേറെ ഒരെണ്ണം എടുത്തിടും. കാരണം അപ്പം എൻ്റെ ഒറിജിനൽ ഫയലിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാൽ തന്നെ അത് ബാധിക്കില്ല. കാരണം എന്താണ്, അതിൻ്റെ ബാക്കപ്പ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ വേറെ നമ്മൾ സ്റ്റോർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റിലയബിലിറ്റി ഉണ്ട്, വിശ്വാസ്യത. ഒന്ന് നഷ്ടപ്പെട്ടാലും നമുക്കത് റിക്കവർ ചെയ്യാമെന്നുള്ള ഒരു വിശ്വാസ്യത ഉണ്ട്. അതാണ് ഈ റിലയബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ ടു ടേക്ക് ദ ബാക്കപ്പ് ഓഫ് ദി ഇൻഫർമേഷൻ. ഇഫ് എനി ഡാമേജ് is caused to the original information, we can use the backup information.
അതാണ് ഈ റിലയബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ റിലയബിലിറ്റി മീൻസ് ഇറ്റ് ഈസ് പോസിബിൾ ടു റിപ്ലിക്കേറ്റ് ഓർ ബാക്കപ്പ്. It is possible to replicate or backup data or information in multiple computers. In multiple computers using the network. N bar W means network എന്നാണ്. നെറ്റ്വർക്ക്. ഓക്കെ. അപ്പം if any damage caused to the original information, it is possible to retrieve the information from other computers. ആ പോയിന്റും കൂടെ എഴുതിയാൽ നല്ലതായിരിക്കും. അപ്പം if any damage caused to the information, original information, if any damage caused to the original information, the backup from the other computers can be retrieved and used. The backup from other computers can be retrieved and used. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒരു ഇൻഫർമേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഡേറ്റ, ഇറ്റ് മേ ബി സോഫ്റ്റ്വെയർസാണ് സാധാരണ ഇത്, അതിൻ്റെ ബാക്കപ്പ് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ തന്നെ പല കമ്പ്യൂട്ടേഴ്സിലായിട്ട് ഒറ്റ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ്റെ ബാക്കപ്പ് എനിക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒറിജിനൽ ഇൻഫർമേഷൻസിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ അല്ലെങ്കിൽ അത് വർക്കാകാതിരുന്നാൽ നമുക്ക് എന്ത് സംഭവിക്കും? വേറൊരു കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ആ പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഇൻഫർമേഷനെ റിട്രീവ് ചെയ്ത് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻഫർമേഷൻ്റെ കോപ്പി എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേറ്റ നഷ്ടപ്പെടുമെന്ന് നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. അവിടെ ഇൻഫർമേഷൻ ലൂസിങ് ഇല്ല. കാരണം അതിൻ്റെ ബാക്കപ്പ് നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് എടുത്ത് യൂസ് ചെയ്യാം. അതാണ് റിലയബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്ത പറയുന്നത് സ്കെയിലബിലിറ്റി. സ്കെയിലബിലിറ്റി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ കപ്പാസിറ്റിക്ക് നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. ഒന്നുകിൽ അതിൻ്റെ കമ്പ്യൂട്ടർ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അതുപോലെ ഡിക്രീസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ബൈ ആഡിങ് അഡീഷണൽ കമ്പ്യൂട്ടർ ടു ദി കമ്പ്യൂട്ടേഴ്സ് ഓർ റിമൂവിങ് കമ്പ്യൂട്ടേഴ്സ് ഫ്രം ദി നെറ്റ്വർക്ക്. നമുക്ക് നമ്മുടെ ആവശ്യം അനുസരണം നമുക്ക് ആ നെറ്റ്വർക്കിൻ്റെ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. എങ്ങനെയാണ്? ബൈ ആഡിങ് അഡീഷണൽ കമ്പ്യൂട്ടേഴ്സ് ടു ദി നെറ്റ്വർക്ക് അല്ലെങ്കിൽ റിമൂവിങ് ദി എക്സിസ്റ്റിംഗ് കമ്പ്യൂട്ടേഴ്സ് ഫ്രം ദി നെറ്റ്വർക്ക്.
അതാണ് സ്കെയിലബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ് or decreased by adding or removing computers to the network. To the network depending on our requirement. ഡിപ്പെൻഡിങ് ഓൺ അവർ റിക്വയർമെൻറ്റ്. നമ്മുടെ റിക്വയർമെൻറ്റിന് അനുസരിച്ച് നമുക്ക് ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനകത്ത് അഡീഷണൽ ആയിട്ട് കമ്പ്യൂട്ടേഴ്സ് ആഡ് ചെയ്യാനും അതുപോലെ റിമൂവ് ചെയ്യാനും സാധിക്കും. ദാറ്റ് വിൽ ഇൻക്രീസ് ദ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി ഓർ ഡിക്രീസ് ദ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി ഓഫ് ദി നെറ്റ്വർക്ക് ഡിപ്പെൻഡ് ഓൺ അവർ റിക്വയർമെൻറ്റ്. അതാണ് സ്കെയിലബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം പ്രധാനമായിട്ട് നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചത്. എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആർ കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് കണക്റ്റഡ് ത്രൂ എ മീഡിയം, ഇലക്ട്രോണിക്കലി കണക്റ്റഡ് ത്രൂ എ മീഡിയം. പിന്നെ പറഞ്ഞത് അഡ്വാൻറ്റേജസ് ആണ് റിസോഴ്സ് ഷെയറിംഗ്, പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, കമ്മ്യൂണിക്കേഷൻ, റിലയബിലിറ്റി ആൻഡ് സ്കെയിലബിലിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനുമാണ്. അടുത്ത പറയുന്നത് സം കീ ടേംസ് ആണ്. കുറച്ച് ഈ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട 2-3 ടേംസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് ഫസ്റ്റ് വൺ ആണ് ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ഡേറ്റ ക്യാൻ ബി സെൻഡ് ഓവർ എ സ്പെസിഫിക് കണക്ഷൻ ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് ടൈം. ഇത്രയേ ഉള്ളൂ. ഒരു മീഡിയത്തിൽ കൂടെ, ഒരു മീഡിയം, നമുക്ക് നെറ്റ്വർക്ക് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അവിടെ ഒരു മീഡിയം ഉണ്ടായിരിക്കും. ഇറ്റ് മേ ബി വയേർഡ് ഓർ അൺവയേർഡ് മീഡിയം ആയിരിക്കാം. വയേർഡ് ആയിരിക്കാം, ചിലപ്പോൾ അൺവയേർഡ് ആയിരിക്കാം. ആ മീഡിയത്തിനകത്ത് അറ്റ് എ ടൈം ഒരു സമയത്ത് എത്ര എമൗണ്ട് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് സിഗ്നൽസ് എനിക്ക് അറ്റ് എ ടൈം എനിക്ക് പാസ് ചെയ്യാൻ സാധിക്കും ആ മീഡിയത്തിൽ കൂടെ. അതിനെയാണ് ബാൻഡ് വിഡ്ത്ത് ഓഫ് ദി മീഡിയം എന്ന് പറയുന്നത്. ഏത് മീഡിയത്തിനും അതിൻ്റേതായിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് ഉണ്ട്. നിങ്ങൾ ഫിസിക്സിലൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ചു കാണുമായിരിക്കും ബാൻഡ് വിഡ്ത്ത്. അതേ സെയിം കോൺസെപ്റ്റാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഡേറ്റ ദാറ്റ് ക്യാൻ ബി സെൻഡ് ഓവർ എ സ്പെസിഫിക് കണക്ഷൻ. സ്പെസിഫിക് കണക്ഷൻ മീൻസ് മീഡിയം എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. സ്പെസിഫിക് കണക്ഷൻ ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് ടൈം. അപ്പം it is the amount of data. It is the amount of data. Amount of data that can be sent over a specific connection. സ്പെസിഫിക് കണക്ഷൻ വേണേൽ പറയാം, അത് മാറ്റിയിട്ട് വേണം മീഡിയം എന്ന് വേണേലും പറയാം. എല്ലാ മീഡിയത്തിനും ബാൻഡ് വിഡ്ത്ത് ഉണ്ട്. സ്പെസിഫിക് കണക്ഷൻ മീഡിയം ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് ടൈം.
in a given amount of time. It is the amount of data that can be sent over a specific connection in a given amount of time. Okay. അപ്പം ഇതിൻ്റെ മെഷർമെൻറ്റ് ബാൻഡ് വിഡ്ത്ത് മെഷർ ചെയ്യുന്ന ഇറ്റ് മെഷേഴ്സ് ഇൻ ബിറ്റ് പെർ സെക്കൻഡ്. ഇറ്റ് മെഷേഴ്സ് ഇൻ BPS. BPS means bit per second. BPS, bit per second. എല്ലാ മീഡിയത്തിനും ഒരേ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കത്തില്ല. മീഡിയം ഡിഫറെൻ്റ് ആകുമ്പോൾ അതിൻ്റെ ബാൻഡ് വിഡ്ത്തിനും ചേഞ്ചസ് വരാം. ഓക്കെ, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഡേറ്റ ദാറ്റ് ക്യാൻ ബി സെൻഡ് ഓവർ എ മീഡിയം അല്ലെങ്കിൽ സ്പെസിഫിക് കണക്ഷൻ. മീഡിയം എന്നോ സ്പെസിഫിക് കണക്ഷൻ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് ടൈം. ഇറ്റ് മെഷേഴ്സ് ഇൻ BPS. ഒരു സമയത്ത് ഒരു മീഡിയത്തിൽ കൂടെ നമുക്ക് എത്ര എമൗണ്ട് ഓഫ് ഡേറ്റ അറ്റ് എ ടൈം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അത് മെഷർ ചെയ്യുന്നത് BPS ആണ്, ബിറ്റ് പെർ സെക്കൻഡ് ആണ്. അടുത്ത പറയുന്നതാണ് നോയ്സ്. നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അൺവാണ്ടഡ് സിഗ്നൽ. അൺവാണ്ടഡ് സിഗ്നൽ മേ ബി ആൻ ഇലക്ട്രിക് സിഗ്നൽ ഓർ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ ആവാം. ദാറ്റ് ലോവേഴ്സ് ദ ക്വാളിറ്റി ഓഫ് ദി ഡേറ്റ സിഗ്നൽ വയൽ ട്രാൻസ്മിഷൻ. നമ്മൾ ഡേറ്റ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമല്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള സിഗ്നൽസും കൂടെ നിങ്ങൾക്ക് അതിനകത്ത് കയറി വരും. ആ സിഗ്നലിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് കയറി വരും. അപ്പോൾ ദാറ്റ് വിൽ എഫക്ട് ദി ആക്ച്വൽ സിഗ്നൽ. നിങ്ങൾക്ക് ഈ റേഡിയോ ട്രാൻസ്മിഷനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ? നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കേന് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ ചില റേഡിയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് കൊണ്ട് ഏതെങ്കിലും മോട്ടറും എല്ലാം ഒന്ന് ഓൺ ചെയ്ത് നോക്കിയാൽ മതി. സ്വാഭാവികമായിട്ടും ആ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ടിന് ചേഞ്ചസ് ഉണ്ടാവും. അതുപോലെ മൊബൈലായാലും നല്ല ഒരു റേഡിയോയുടെ അടുത്ത് ഏതെങ്കിലും ഒരു മൊബൈൽ കൊണ്ടുവച്ച് കഴിഞ്ഞ് അത് റിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആ റേഡിയോയ്ക്കകത്ത് നിന്ന് വരുന്ന സൗണ്ടിന് മാറ്റം ഉണ്ടാവും, അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതാണ് നോയ്സ്. ഇറ്റ് മേ ബി ആൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇലക്ട്രിക്കൽ ആവാം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും ആവാം. ദാറ്റ് എഫക്ട് ദി ആക്ച്വൽ ട്രാൻസ്മിഷൻ സിഗ്നൽ. അതെന്താ സംഭവിക്കുന്നത്? ആക്ച്വൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ സിഗ്നലിനെ ബാധിക്കും. അങ്ങനെയുള്ള സിഗ്നൽസിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്താലും നോയ്സ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ട്രാൻസ്മിഷൻ അവിടെ പോസിബിൾ അല്ല. അപ്പോൾ നോയ്സ് ഈസ് അൺവാണ്ടഡ് electrical or electromagnetic electrical or electromagnetic signal that lowers the quality of data signal that lowers the quality of data signal while transmission. Unwanted electrical and or electromagnetic signals that lowers the quality of the data signal while transmission. അങ്ങനെയുള്ള സിഗ്നൽസിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വേണം. ബാൻഡ് വിഡ്ത്ത്, നോയ്സ്. അടുത്ത പറയുന്നത് നോഡ്.
നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഡിവൈസസ് ദാറ്റ് കണക്റ്റഡ് ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് കോൾഡ് നോഡ്. എനി ഡിവൈസസ് that connected to the computer network is called a node. ഏത് ഡിവൈസും ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു നോഡായിട്ടാണ് പറയുന്നത്. നമ്മൾ അതിനെ കമ്പ്യൂട്ടർ എന്നോ പ്രിൻ്റർ എന്നൊന്നും വിളിക്കത്തില്ല. നമ്മൾ അതിനെന്താ വിളിക്കത്തുള്ളൂ? നോഡെന്നേ വിളിക്കത്തുള്ളൂ. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് ഉള്ള എല്ലാ ഡിവൈസസിനെയും നമ്മൾ എന്താ പറയുന്നത്? നോഡെന്നേ പറയുള്ളൂ. കമ്പ്യൂട്ടർ എന്നുള്ള വാക്ക് നമ്മൾ അവിടെ യൂസ് ചെയ്യത്തില്ല. പ്രിൻ്റർ ഉണ്ടെങ്കിൽ പ്രിൻ്റർ എന്നുള്ള വാക്ക് നമ്മൾ അവിടെ യൂസ് ചെയ്യത്തില്ല. അവിടെ എന്തേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ? നോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം 3 ടേംസ് ആണ് നമ്മൾ പഠിച്ചത്: ബാൻഡ്വിഡ്ത്തും, നോയ്സ്, നോഡ്. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് നിങ്ങൾക്ക് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ആണ്. അത് അടുത്ത സെക്ഷനിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. താങ്ക് യു.